പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ഇന്ന് നമ്മുടെ തപസ്സുകാലത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ചയാണ്. നമ്മുടെ 7ാമത്തെ വെള്ളിയാഴ്ചയാണ്, ദുഃഖവെള്ളിയാഴ്ച. നമുക്ക് ഈ വെള്ളിയാഴ്ച ദിവസം ഭക്തിയോടുകൂടി നമുക്ക് കൊണ്ടാടാം. ഇന്നത്തെ ദിവസം ഈ തീർത്ഥാടന കേന്ദ്രം നിലകൊള്ളുന്ന രൂപത തഞ്ചാവൂർ രൂപതയാണ്. തഞ്ചാവൂർ രൂപത അധ്യക്ഷൻ്റെ ജന്മദിനമാണ്. സഹായരാജ് മെത്രാൻ, അദ്ദേഹത്തിന് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ തീർത്ഥാടനം നടത്തുന്നതും ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ചിലപ്പോൾ ഉപവാസം, നോയമ്പ് ആചരണമൊക്കെ ചെയ്യുന്നതും നമ്മൾ ഭക്തരായതുകൊണ്ടാണ്. കർത്താവിൻ്റെ ഭക്തരെ കർത്താവ് കടാക്ഷിക്കും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം 17-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തന് നിന്ന് ഒഴിയുന്നില്ല. കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തന് നിന്ന് ഒഴിയുന്നില്ല. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തീർത്ഥാടനവും ഭക്തിയും പ്രാർത്ഥനയും കുരിശിൻ്റെ വഴിയൊക്കെ നടത്തുമ്പോൾ ആരെങ്കിലും നമ്മളെ പരിഹസിക്കുകയാണെങ്കിൽ പ്രഭാഷകൻ 11:22 മറുപടി പറഞ്ഞാൽ മതി. എന്ത് കിട്ടി പള്ളിയിൽ പോയിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭക്തിയും കൊണ്ട് നടന്നിട്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. പ്രഭാഷകൻ 11:22, കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. പ്രഭാഷകൻ 11:17, കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തന് ഒഴിയുന്നില്ല. പ്രഭാഷകൻ 11:22, കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. ഈ പരിശുദ്ധ ബലിയർപ്പണം 1 മണിക്കൂർ സമയം നമ്മളിവിടെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ക്ഷണനേരം കൊണ്ട് പൂവണിയുന്ന അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു തപസ്സുകാലം കൊണ്ട്, ഒരൊറ്റ ഈസ്റ്റർ കൊണ്ട്, ഏപ്രിൽ 20 ഈസ്റ്റർ, നമുക്ക് ഈ കുർബാനയിലും ഈസ്റ്റർ ഗിഫ്റ്റ് കർത്താവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. നമുക്ക് ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ്
നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പെസഹാനുഷ്ഠാനങ്ങൾ യഥോചിതം അനുവർത്തിക്കുന്നതിനുള്ള അനുഗ്രഹം അങ്ങേ വിശ്വാസികൾക്ക് നൽകണമേ. അങ്ങനെ ഇപ്പോൾ ആഘോഷപൂർവ്വം ആരംഭിച്ചിരിക്കുന്ന ശാരീരിക ശിക്ഷണം സകലാത്മാക്കൾക്കും ഫലദായകമായി തീരട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ദുഷ്ടൻ താൻ ചെയ്ത പാപങ്ങളിൽ നിന്നെല്ലാം പിന്തിരികയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നീതിയും ന്യായവും പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും, മരിക്കുകയില്ല. അവൻ ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ അവനെതിരായി പരിഗണിക്കപ്പെടുകയില്ല. അവൻ പ്രവചിച്ചിട്ടുള്ള നീതിയെ പ്രതി അവൻ ജീവിക്കും. ദൈവമായ കർത്താവ് ചോദിക്കുന്നു: ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? അവൻ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ എൻ്റെ ആഗ്രഹം. നീതിമാൻ നീതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിക്കുകയും ദുഷ്ടം പ്രവർത്തിക്കുന്ന കാഴ്ചകൾ തന്നെ ആവർത്തിക്കുകയും ചെയ്താൽ അവൻ ജീവിക്കുമോ? അവൻ ചെയ്തിട്ടുള്ള നീതിപൂർവമായ പ്രവർത്തികളൊന്നും പരിഗണിക്കപ്പെടുകയില്ല. അവൻ്റെ അവിശ്വസ്തതയും പാവവും മൂലം അവൻ മരിക്കും. എന്നിട്ടും കർത്താവിൻ്റെ വഴി നീതിപൂർവമല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രായേൽ ഭവനമേ കേൾക്കുക, എൻ്റെ വഴി നീതിപൂർവമല്ലേ? നിങ്ങളുടെ വഴികളല്ലേ നീതിക്ക് നിരക്കാത്തത്? നീതിമാൻ തൻ്റെ മാർഗം വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മകൾ നിമിത്തം അവൻ മരിക്കും. അവൻ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തം അവൻ മരിക്കും. ദുഷ്ടൻ താൻ പ്രവർത്തിച്ചിരുന്ന തിന്മകളിൽ നിന്ന് പിന്തിരികയും നീതിയും ന്യായവും പാലിച്ചാൽ അവൻ തൻ്റെ ജീവൻ രക്ഷിക്കും. താൻ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ മനസ്സിലാക്കി അവയിൽ നിന്ന് പിന്തിരിഞ്ഞ് മാറിയാൽ അവൻ തീർച്ചയായും ജീവിക്കും, അവൻ മരിക്കുകയില്ല. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും? കർത്താവേ, കർത്താവേ, അങ്ങ് അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും? ആർക്ക് നിലനിൽക്കാനാവും? കർത്താവേ, അകാലത്ത് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ചെവി ചായ്ച്ച് എൻ്റെ യാചനയുടെ സ്വരം ശ്രമിക്കണമേ. കർത്താവേ, കർത്താവേ, അങ്ങ് അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും? ആർക്ക് നിലനിൽക്കാനാവും? കർത്താവേ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും? എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഭയഭക്തിയോടെ നിൽക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങ് അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും? ആർക്ക് നിലനിൽക്കാനാവും? ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിന് കാത്തിരിക്കുന്നു.
അവിടുത്തെ വാഗ്ദാനങ്ങളിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. കർത്താവേ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും? പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നെല്ലാം അവിടുന്ന് മോചിപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും? വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെതായിരുന്നു, ആ വചനം സത്യദൈവമാകിടുന്നു, സത്യദൈവം ദീർഘമാകിടുന്നു. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, ഇന്നും ഇന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, ഇന്നും ഇന്നും ദൈവം ജീവിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയുവിൻ. ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ. കർത്താവായ യേശു ക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, ഇന്നും ഇന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, ഇന്നും ഇന്നും ദൈവം ജീവിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്നു കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാസും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്നത്തെ കോപിക്കുന്നവൻ എന്ന് തുടങ്ങുന്ന ഈ വചനഭാഗങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ടൊന്ന് ഇത്രയും വലിയ ഗുരുതരമായ പ്രശ്നമാണോ
എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കാം. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്കിരയായിത്തീരും. വീട്ടിലെ സഹോദരങ്ങൾ തമ്മിൽ ഈ വിളിയൊക്കെ തന്നെയല്ലേ ഉള്ളൂ എപ്പോഴും തല്ലുകൂടുമ്പോൾ. അപ്പോൾ ഈ വചനം അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ എന്തൊരു ശിക്ഷയാണ്. പിന്നെ മത്തായിയുടെ സുവിശേഷം 5-23 വാക്യം, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് തോന്നിയാൽ അവിടെ വെച്ച് ഇപ്പോൾ ഉടനെ തന്നെ ബലിപീഠത്തിന് മുൻപിൽ കാഴ്ചകൾ വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യപ്പെടുക. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾക്ക് ആരോടെങ്കിലും വെറുപ്പോ വഴക്കോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ അങ്ങനെയാണ് ധ്യാനിക്കുക. പക്ഷെ നമ്മളോട് ആർക്കെങ്കിലും ഒരു സങ്കടമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ചില ആളുകൾ കുറേ കാര്യങ്ങളിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഞാൻ മറ്റുള്ളവരെ ഒത്തിരി കളിയാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. അതിനേക്കാളും വലുതായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ എനിക്കത്ര ഗുരുതരമായിട്ട് ചിലപ്പോൾ തോന്നുകയില്ല. കാരണം കളിയാക്കൽ എന്ന് അതിന് ഞാനും ഇരയായിട്ടുണ്ട് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ. അതുകൊണ്ടെന്താ എനിക്ക് എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ പോയിട്ടുണ്ട്. കളിയാക്കൽ കിട്ടുന്നത് കൊണ്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ ചില കൂട്ടത്തിലൊക്കെ ചെല്ലാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എത്രയോ വർഷങ്ങളും സമയങ്ങളും എനിക്ക് പോയിട്ടുണ്ട്. നമ്മൾ ആ കളിയാക്കലിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. വേറെ നല്ല കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ ചിലപ്പോൾ തോന്നുകയില്ല. മൈൻഡ് ഇങ്ങനെ വളരെ ബ്ലോക്കാക്കി കളയും, നമ്മളെ ബ്ലോക്കാക്കി നിർത്തും. നമ്മളങ്ങനെ അതുകൊണ്ട് കളിയാക്കി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ചില ജീവിതങ്ങളെ വഴിമുട്ടിച്ചിട്ടുണ്ട്, ചില ജീവിതങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിട്ടുണ്ട്. അത് ഗുരുതരമായ വീഴ്ചയാണ്. നമ്മൾ കളിയാക്കിയതിനെ പ്രതി ചില ജീവിതങ്ങൾ വീടിനുള്ളിൽ തന്നെ ആയിപ്പോയിട്ടുണ്ട്. അവർ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ അവിടെ മനസ്സ് മടുത്തു പോയിട്ടുണ്ട്. കളിയാക്കൽ, ദുഷിച്ച് പറയുക, പരിഹസിക്കുക, ഇതൊക്കെ വേദനാജനകമാണ്. നിന്ദിക്കുക, കബളിപ്പിക്കുക, ഇതൊക്കെ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. സുഭാഷിതങ്ങൾ പുസ്തകം 9-12 വാക്യം, നീ വിവേകിയെങ്കിൽ പ്രയോജനം നിനക്ക് തന്നെ, നീ പരിഹസിച്ചാൽ അത് നീ തന്നെ ഏൽക്കേണ്ടി വരും. നീ പരിഹസിച്ചാൽ അത് നിനക്ക് തന്നെ തിരിച്ചു വരും. അതൊരു സങ്കടമായിട്ട്. ഇനി സുഭാഷിതങ്ങളുടെ പുസ്തകം 17-5 വാക്യം, ദരിദ്രനെ പരിഹസിക്കുന്നവൻ സ്രഷ്ടാവിനെ നിന്ദിക്കുന്നു. ഒരുവൻ്റെ കുറവ് കണ്ടിട്ട് അവനെ പരിഹസിക്കുകയാണെങ്കിൽ അവനെ സൃഷ്ടിച്ചവനെയാണ് പരിഹസിക്കുക. നമ്മളിപ്പോൾ ഒരാൾക്ക് കണ്ണ് കാണാൻ പാടില്ല, അയാളുടെ ഒരു വേദനയാണ് കണ്ണ് കാണാൻ പാടില്ലാത്തത്. അപ്പോൾ നമ്മൾ അയാൾ കേൾക്കെ എടാ കണ്ണുപൊട്ട എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കര സങ്കടാവൂലേ? നമുക്ക് തന്നെ അറിയാവുന്നൊരു കുറവ് നമ്മുടെ കൂട്ടുകാർ തന്നെ അത് ഉറക്കെ എല്ലാവരും കേൾക്കെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് സങ്കടാവൂലേ? പിന്നെ ആ കൂട്ടുകാരനോട് നമുക്ക് അടുക്കാൻ തോന്നില്ല. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ സുഭാഷിതങ്ങളുടെ പുസ്തകം 30-17 വാക്യം, പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. ഇല്ല, ചില വിദ്യാഭ്യാസക്കുറവിൻ്റെ പേരിൽ നമ്മോടൊപ്പം അറിവിൻ്റെ കാര്യത്തിൽ ഒപ്പം മികച്ചു നിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അപ്പനെയോ അമ്മയോ മറ്റുള്ള മുമ്പിൽ തരം താഴ്ത്തി പരിഹസിച്ച് സംസാരിച്ചാൽ അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈശോയെപ്പോലും പരിഹസിച്ചിട്ടുണ്ട്. ഈശോ അതിന് വിധേയനാണ്. പല അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും ഇല്ലേ, എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു, കുട്ടി മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും പരിഹസിച്ചു. ആ കുട്ടി പിന്നെ ഈശോയുടെ അനുഗ്രഹത്താൽ എഴുന്നേറ്റ് നിന്നു. ഇല്ലേ, ഈ കുരിശിൻ്റെ മുകളിലെ ശീർഷകം വെച്ചിട്ട് യഹൂദരുടെ രാജാവെ അവർ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദരുടെ രാജാവെ സ്വസ്തി എന്ന് പറഞ്ഞ് കളിയാക്കി പരിഹസിച്ചു. ഈശോയെ പരിഹസിച്ചു. കുരിശിൽ തറക്കപ്പെട്ടവർ അവരും മറ്റുള്ളവരോടൊപ്പം ഈശോയെ പരിഹസിച്ചു എന്ന് വചനം എഴുതി വച്ചിട്ടുണ്ട്. പരിഹാസം
വളരെ വേദനാജനകമാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ അത് 2-ാമത്തെ അധ്യായം, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ കണ്ണുപൊട്ട എന്നൊക്കെ വിളിക്കുന്നത് പോലെ 2-ാം രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യം. അപ്പോൾ ഏലിയ പ്രവാചകനല്ല, എലീഷ പ്രവാചകൻ, അദ്ദേഹം എലീഷയുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ്. 23-ാമത്തെ വാക്യം, 2 രാജാക്കന്മാർ 2:23. അവൻ അവിടെ നിന്ന് ബഥേലിലേക്ക് പോയി. മാർഗമധ്യേ പട്ടണത്തിൽ നിന്ന് വന്ന ചില ബാലന്മാർ അവനെ പരിഹസിച്ചു. അപ്പോൾ എലീഷ പ്രവാചകന് കഷണ്ടിത്തലയാണ്. അപ്പോൾ അത് ഈ കുട്ടികൾ, ബാലന്മാർ, അവർ എലീഷ പ്രവാചകനെ കണ്ടപ്പോൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചു, കഷണ്ടിത്തലയാ ഓടിക്കോ, കഷണ്ടിത്തലയാ ഓടിക്കോ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പം അവൻ തിരിഞ്ഞു നോക്കി അവരെ കണ്ടു, കർത്താവിൻ്റെ നാമത്തിൽ അവരെ ശപിച്ചു. കാട്ടിൽ നിന്ന് 2 പെൺകരടികൾ ഇറങ്ങി 42 ബാലന്മാരെ ചീന്തിക്കീറി. 42 ബാലന്മാർ, 2 പെൺകരടികൾ കാട്ടിൽ നിന്ന് വന്ന് 42, ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന സംഭവം. അപ്പം എലീഷ പ്രവാചകനെ പരിഹസിച്ചു, ഒരു കാരണമില്ലാതെ. കഷണ്ടി ഒരു കാരണമാണോ? അപ്പോൾ അങ്ങനെ പരിഹസിച്ചു. നമ്മൾ കുട്ടികളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയല്ലോ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കും. അപ്പം അത് ഇവിടെ നമ്മളിങ്ങനെ കാണാറുണ്ട്. അസ്വാഭാവികമായ വസ്ത്രധാരണമൊക്കെ നടത്തി ഇങ്ങനെ നടക്കുന്ന ആളുകളൊക്കെ നമ്മൾ കാണാം. അവർ ഒരാളെ വന്ന് സ്പർശിച്ചു. അപ്പം ജീവിത പങ്കാളി പറഞ്ഞു, കൈമാറ്റെന്ന് പറഞ്ഞു. കൈമാറ്റ്, എൻ്റെ ജീവിത പങ്കാളിയെ തുടരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അസ്വാഭാവിക വേഷധാരികൾ ഇവരെ ശപിച്ചു. നീ അപ്പോൾ എൻ്റെ കുഴപ്പമില്ല, ശാപമൊക്കെ എൻ്റെ മേലിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ അങ്ങനെ പറഞ്ഞു. എങ്കിലും അവർക്ക് ഉള്ളിലൊരു ഭയം തോന്നി. അവർ ദൈവമേ ഇത് എനിക്ക് ഏൽക്കുവോ? അപ്പോൾ എന്നോടിത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഏൽക്കില്ല, അകാരണമായ ശാപം ഏൽക്കില്ല. സുഭാഷിതം പുസ്തകം 26-ാം അധ്യായം 2-ാം വാക്യം, പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല. ഒരു കാരണമില്ലാതെ ആരെങ്കിലും നമ്മളോടൊരു ദുഷ്വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണ് പറയുന്നതെങ്കിൽ അത് നമ്മളെ ഏക്കും. അപ്പോൾ ചില അമ്മമാർ ദേഷ്യം വന്നു കഴിഞ്ഞാൽ മക്കളെ ഇങ്ങനെ ചീത്ത വാക്കുകൾ പറയും. അപ്പോൾ ഒരമ്മ തൻ്റെ മകളെ ഒരു കൊള്ളരുതാത്തൊരു വർത്തമാനം പറഞ്ഞു. 2 പ്രാവശ്യം പറഞ്ഞു. അപ്പം അമ്മ മുതിർന്ന മകളാണ്, +2 ഒക്കെ പഠിക്കുന്ന പ്രായമുള്ള മകളാണ്. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞു, അമ്മ എന്താണമ്മ, എന്ത് കാരണം കൊണ്ടാണ് അമ്മ എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് എന്ന് ചോദിച്ചു. ആ മകള് വലുതായാലും മറക്കുമോ? അവിടെയാണ് പ്രശ്നം. ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ അവിടെയാണ് നമ്മൾ ധ്യാനിക്കുക. ഭോഷ, വിഡ്ഢി എന്നൊക്കെ വിളിക്കുന്നത്, നീ പോടാ പൊട്ട എന്നൊക്കെ അല്ലെ കുട്ടികൾ, സഹോദരങ്ങൾ തമ്മിൽ അങ്ങനെ വിളിക്കും. അപ്പോൾ ആ വാക്ക് ഞാൻ പറയുന്നില്ല, മകളെ അമ്മ വിളിച്ച വാക്ക്. അപ്പോൾ ആ മകള് വലുതായാലും എൻ്റെ അമ്മ എന്നിങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്ന് വേദനയോടെ ഓർക്കും ആ മകള്. അതുകൊണ്ട് ചില വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം, നിന്ദിക്കരുത്, മക്കളെപ്പോലും നിന്ദിക്കരുത്. ചില ആളുകൾ ബിസിനസ്സിൽ, വ്യാപാരങ്ങളിൽ വൻപൻ ലാഭം, പൈസയില്ല, അപ്പോൾ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് കരുതി ചില ആളുകളെ കബളിപ്പിക്കും. ചിലപ്പോൾ വാഹനമൊക്കെ നന്നാക്കുന്ന ആളുകളാണെങ്കിൽ അവർ ചില സ്പെയർ പാർട്സ് അത് മാറ്റി എന്ന് പറഞ്ഞിട്ട് മാറ്റിയതിൻ്റെ പൈസ മേടിക്കും. അപ്പോൾ അവർ വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാവും ഒന്നും മാറ്റിയിട്ടില്ല, അവൻ തട്ടിപ്പ് കാണിച്ചാണെന്ന് പറയും. അവൻ 10 പേരോടത് പറയും, 10 പേരോട് പറയും. അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു 10-20 പേര്, 10-50 പേര് നമ്മുടെ മുൻപിൽ നമ്മളോട് വിരോധമുള്ളവർ, നമ്മൾ ചെയ്ത ഒരു തിന്മയെ പ്രതി നമ്മളോട് വിരോധമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? നമ്മൾ ചിലപ്പോൾ, ഞാനും ദേഷ്യപ്പെടാറുണ്ട്, ചിലപ്പോൾ അതൊരു കുറ്റമായിട്ടൊക്കെ പറയുന്നവർ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ദേഷ്യപ്പെടുന്നതിനൊരു കാരണം ഉണ്ടാവും. ഒരു കാരണമില്ലാതെ ദേഷ്യപ്പെടുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഇല്ല, മക്കൾ കുരുത്തക്കേട് കാണിച്ചാൽ അപ്പനും അമ്മയും ദേഷ്യപ്പെട്ട് അവരെ ശിക്ഷിക്കണം. ഇല്ല, ഈയിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായില്ലേ, ഒരു മകൻ മരണപ്പെട്ടു പോയപ്പോൾ അത് ശിക്ഷിച്ച് വളർത്താത്തതിൻ്റെ ആണെന്ന് പറഞ്ഞ് പല ചർച്ചകളും ഉണ്ടായി. അപ്പോൾ
കാരണമുണ്ടാകണം. നമ്മുടെ ദേഷ്യപ്പെടലുകൾക്കൊക്കെ കാരണമുണ്ടാകണം. അപ്പോൾ അത് നമ്മൾ ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ്. ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഫരിസയരും നിയമജ്ഞരും അവരുടെ വിചാരം അവരെല്ലാം നല്ലതാണ്, എന്നിട്ട് അവരെ പരിഹസിക്കും, ആളുകളെ പരിഹസിക്കും. ഈശോയെ പരിഹസിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപ് നിൽക്കുന്നത് ഫരിസയരും നിയമജ്ഞരുമാണ്. ഫരിസയരും നിയമജ്ഞരും. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നില്ല അവരുടെ നീതി എന്താ? മത്തായി 5:20 നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. അവരുടെ രീതി എന്താ? പരിഹസിക്കുക, ആളുകളെയൊക്കെ പരിഹസിക്കുക, പുച്ഛിക്കുക. നമ്മളിങ്ങനെ പറയും ഹെഡ് ചെയ്യുക. ഒരു കൂട്ടത്തിൽ ഒരുത്തൻ കയറി വരെ സമ്മതിക്കുക, ഇങ്ങനെ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കും. ഫുട്ബോളിൽ ഹെഡ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വർത്തമാനത്തിൽ ഒരുവനെ തഴഞ്ഞു കളയും. അതൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരുത്തൻ ഇങ്ങനെ ഹെഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്ന് കയറി വരാനേ പറ്റുന്നില്ല. അങ്ങനെ ഫരിസയർ നിയമജ്ഞർ ഹെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ നീതി പ്രിയ ദൈവ പൈതലേ, നിങ്ങളുടെ നീതി, ഫരിസയരുടെയും നിയമജ്ഞരുടെയും നീതി, അവരുടെ നീതി അതെന്താണെന്ന് മനസ്സിലായല്ലോ. അവരുടെ നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ അതാണ്. അപ്പോൾ പ്രഭാഷകന്റെ പുസ്തകം 22-ാം അധ്യായം 20-ാം വാക്യം വീണ്ടും പറയുകയാണ്, പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയപ്പെട്ട് പറന്നു പോവും, സ്നേഹിതനെ നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും. സ്നേഹിതനെ നിന്ദിക്കരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 22-ാം വാക്യം, അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്, ആരെയും നിന്ദിക്കരുത്. നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനം കഠിനമാകും. നിങ്ങൾക്കൊരു കുറവുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റാൻ പറ്റാത്തൊരു കാര്യമുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിച്ചതിനെ പ്രതി, അവർ നിങ്ങളെ ദുഷിച്ച് പറഞ്ഞതിനെ പ്രതി നിങ്ങളുടെ ബന്ധനം കഠിനമാകും. നമുക്കൊരു കുടുംബത്തിലൊരു മദ്യപാനം, ഒരു തളർച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും വഞ്ചിക്കുകയോ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ നമ്മളെ ദുഷിച്ച് പറയും നീ ഒന്നും ഗുണം പിടിക്കലടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്ദിച്ചാൽ നമുക്കുള്ളത് ബന്ധനം ചെറുതാണെങ്കിൽ അതൊന്ന് കടുക്കും, അത് മൂക്കും. അതുകൊണ്ടാണ് ഈശോ എത്ര സുന്ദരമായിട്ട്, ഞാൻ ഈ കുറച്ചിത്രയൊക്കെ പ്രായമാകുമ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ധ്യാനിക്കുന്നത്. നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്തതിനെക്കുറിച്ച് നമുക്കറിയാം, പക്ഷേ നമ്മൾ അറിയാതെ കിടക്കുന്ന ചിലവരുടെ, നമ്മുടെ ഒരു കുറവ് കൊണ്ട്, നമ്മുടെ ഒരു പരിഹാസം കൊണ്ട് മറ്റൊരാൾക്കുണ്ടാകുന്ന വേദന, വിരോധം, സങ്കടം, ദേഷ്യം, അത് നമ്മളതിനു വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റൂ. ഈശോയെ, എൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവായ കാര്യങ്ങളെയും ഞാൻ മൂലം മറ്റുള്ളവർക്കുണ്ടായ വിഷമങ്ങളെയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ആരാണ് എന്താണെന്ന് എങ്ങനെ അറിയും? അറിയാവുന്നതാണെങ്കിൽ പോയി മക്കളെ, സോറി മക്കളെ എന്ന് പറയാം. ആരാണ് എന്താണെന്നറിയില്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു പ്രാർത്ഥനയെ പറ്റൂ. ഈശോയെ, എൻ്റെ ഉള്ളിൽ എനിക്കിങ്ങനെ പോഷ എന്ന് വിളിക്കാനും പരിഹസിക്കാനുമുള്ള ടെൻഡൻസി എനിക്കുണ്ട്. ഈശോയെ, എൻ്റെ ഉള്ളിലുള്ള ഈ നെഗറ്റീവായ കാര്യത്തെയും ഞാൻ മൂലം മറ്റുള്ളവർക്ക് അതികഠിനമായ അവരുടെ ജീവിതം പോലെ സ്റ്റക്കായി പോയിട്ടുള്ള സങ്കടങ്ങളെയും ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. നീതിമാന്യനായി അന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. നീതിമാന്യര അന്യരെ താഴ്ത്തി ദുർവിധികൾ ഞാൻ ചെയ്യില്ല. പാപകാരണം അന്യരാണെന്ന് ന്യായവാദവും ചെയ്യില്ല. ഈ തപസ്സുകാലത്ത്, ഈ തീർത്ഥാടനം എല്ലാം നമുക്ക് അനുഗ്രഹമാകട്ടെ. കുറേ കൂടി നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ കോറിലേക്ക് കയറി ഇറങ്ങി നമുക്ക് ധ്യാനിക്കാൻ സാധിക്കട്ടെ. നല്ല മാറ്റം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ കൂടെ നിൽക്കട്ടെ. ആമേൻ. രക്ഷതൻ കാസ കൈകളിലേന്തി അക്ഷയദാത ദൈവമേ, കാഴ്ചവച്ചിര ഭക്തിയോടിവർ കാൽത്താരിൽ വന്നു നിൽക്കുന്നു. സ്വീകരിക്കുമാറാകണേ നിന്റെ സൂനുവിൻ തിരുനാമത്തിൽ.
ഞങ്ങൾക്കും ലോകമെങ്ങുമേലുള്ള എല്ലാവർക്കും വേണ്ടി ദൈവമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളങ്ങെ പ്രസാദിപ്പിക്കാനും വൈഭവമാർന്ന കാരുണ്യത്താൽ ഞങ്ങൾക്ക് രക്ഷ പുനഃസ്ഥാപിക്കാനും അങ്ങ് തിരുവുള്ളമാകാൻ കാരണമായ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മാനസങ്ങളുടെ പരിശുദ്ധി വീണ്ടെടുക്കുവാൻ സവിശേഷമായ തപസ്സുകാലം കൃപാപൂർവം അങ്ങേ മക്കൾക്ക് അങ്ങ് കൽപ്പിച്ചു നൽകിയല്ലോ. അതുവഴി അമിതമായ അഭിലാഷങ്ങളിൽ നിന്ന് വിമുക്തമായ മനസ്സോടെ നശ്വരമായവയിൽ നിന്ന് മോചിതനായി അനശ്വരമായവയിൽ മുഴുകുവാനും ഇടയാകുമാറാകട്ടെ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. തിരുഭവമങ്ങേ മഹിമകളാൽ നിറഞ്ഞുമതും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ
തൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണമേ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ.
ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്നു ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്ന എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകന്യകേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകന്യകേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകന്യകേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് കൂദാശയുടെ ദിവ്യഭോജനം ഞങ്ങളെ നവീകരിക്കുകയും പഴയ ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കപ്പെട്ട് രക്ഷാകര രഹസ്യത്തിൻ്റെ
പങ്കാളിത്തത്തിലേക്ക് ഞങ്ങൾ നയിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.